ഈ ഡീലും ഡിപ്ലോമസിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇന്നലെ ആ ചർച്ചയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യു ഹാവ് ടു എൻഡ് ദ വാർ ഡിപ്ലോമാറ്റിക്കലി എന്ന് ട്രംപ് സെലൻസ്കിയോട് പറയുകയാണ്. അവിടെയാണ് സെലൻസ്കി ചോദിക്കുന്നത് അതെങ്ങനെയാണ് ഡിപ്ലോമാറ്റിക്കലി റഷ്യയായിട്ട് ഒരു ഡിപ്ലോമസി എങ്ങനെ സാധ്യമാവും എന്ന ചോദ്യത്തിലാണ് ഈ ഡിബേറ്റ് തുടങ്ങുന്നത് തന്നെ. കാരണം ഇത് രണ്ട് കൂട്ടരും ചേർന്ന് ഉണ്ടാക്കിയൊരു പ്രശ്നമല്ല എന്ന് സെലൻസ്കി ഉറപ്പിച്ച് പറയുന്നു. എന്ന് മാത്രമല്ല, സൗദി അറേബ്യയിൽ റിയാദിൽ നടന്ന ചർച്ചയിൽ എന്താ പറഞ്ഞത്, ഈ യുദ്ധം തുടങ്ങി വെച്ച് യുക്രൈനാണെന്നാണ്. സെലൻസ്കിയാണ് യുദ്ധത്തിന് കാരണം എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് ബയാസ്ഡ് ആണ് ആ തർക്കത്തിൽ. ബയാസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡീലിന് വരികയാണ്. ബയാസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡീലിന് വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കലി നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഡിപ്ലോമാറ്റിക്കലി ഇത് അവസാനിപ്പിക്കാൻ പറ്റുക. ഇതങ്ങനെയല്ല. ഏകപക്ഷീയമായ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഭാഗം കിഴക്കൻ പ്രദേശം മുഴുവൻ റഷ്യയുടെ കയ്യിലാണ്. ക്രൈമിയ നേരത്തെ തന്നെ അനക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പറയുന്നത് ഡിപ്ലോമാറ്റിക്കലി അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞാൽ എങ്ങനെയാണത് സെലൻസ്കി മനസ്സിലാക്കുക? അപ്പോൾ സെലൻസ്കി എങ്ങനെയാണ് ഞാൻ ഡിപ്ലോമാറ്റിക്കലി ഇത് അവസാനിപ്പിക്കുക? അപ്പോൾ സെലൻസ്കി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇത് 2009 പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. 2009 പ്രശ്നങ്ങളിൽ നമ്മൾ വെടിനിർത്തൽ കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ ലംഘിച്ചുകൊണ്ടാണ് 2014 അവർ ക്രൈമിയ ആക്രമിച്ച് കീഴടക്കിയത്. ക്രൈമിയ ഇപ്പോഴും റഷ്യയുടെ ഭാഗമാണ്. അതിനുശേഷം ഇപ്പോൾ 3 വർഷമായി തുടരുന്ന യുദ്ധം നടക്കുന്നു. പുടിനുമായി എങ്ങനെയാണ് ഡിപ്ലോമസി സാധ്യമാവുക എന്നാണ് സെലൻസ്കി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താ കാണുന്നത്? അങ്ങനെ ചോദ്യം പോലും സമ്മതിക്കാത്ത വിധം അധികം പറയണ്ട, നിനക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല, യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ടോക്ക്, അങ്ങനെ പറയുന്നത്. അതായത് രണ്ട് കച്ചവടക്കാർ തമ്മിൽ തർക്കിച്ച് ആർഗ്യുമെൻ്റ് ഉണ്ടായി അവിടെ സംസാരിക്കുന്ന കാര്യമാണ് അവിടെ നമ്മളൊന്ന് കേട്ടത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ഓവൽ ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, യു ഡോണ്ട് ഹാവ് നമ്പേഴ്സ്. എന്താണ്, 3ാം ലോക മഹായുദ്ധത്തിലേക്കാണ് നിങ്ങൾ മില്യൺ കണക്കിന് ആൾക്കാരെ വെച്ച് കളിക്കുന്നത്. നിങ്ങളുടെ ഈ പൊസിഷൻ മൂലം ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോവാണ്, വേണമെങ്കിൽ വഴങ്ങ് എന്നാണ് പറയുന്നത്. ഇത് ഡിപ്ലോമസിയേ അല്ല. ഇങ്ങനെയല്ല രാഷ്ട്രതലവന്മാർ സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ രാഷ്ട്രത്തലവന്മാർ കാണുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ, അദാനിയെ പറ്റിയുള്ള ചോദ്യത്തിന് ഞങ്ങൾ സംസാരിക്കാറില്ല. ഇത് അതിലൊക്കെ താഴ്ന്ന് അതിലൊക്കെ ഏത് നിലയിലാണ് ഇപ്പോൾ നൗഫൽ പറഞ്ഞത്, പോത്ത് കച്ചവടക്കാർ കച്ചവടം ഉറപ്പിക്കും പോലെയാണ് അവിടെ വൈറ്റ് ഹൗസിൽ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ ഇതൊരു, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് മാനേജ്ഡ് ഷോ ആണെന്നാണ്. അതായത് ഇയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, സെലൻസ്കി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, സെലൻസ്കി ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കാണിക്കുക, സെലൻസ്കിക്ക് ജനപിന്തുണ ഇല്ല എന്ന് കാണിക്കുക. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ, ഇനി എന്തെങ്കിലും ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ സെലൻസ്കി ആണെന്ന് പറഞ്ഞ് കൈ ഒഴിയുക. ഇതാണ് ലക്ഷ്യം.